ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ വാഴക്കാടിന്റെ പൊതുപ്രവർത്തന രംഗത്തെ മുഖമായ ബഷീർ മാസ്റ്റർ, ആദരണീയരായ തങ്ങൾ പ്രിയങ്കരായ സഹപ്രവർത്തകർ ജയ്സൽ എളമരം ഒക്കെ അയ്യപ്പേട്ടൻ തുടങ്ങി SYSന്റെയും SSFന്റെയും പ്രവർത്തകരെ, നേതാക്കളെ, നാട്ടുകാർ സുന്നി യുവജന സംഘത്തിന്റെ സാന്ത്വനം കേന്ദ്രം 15 വർഷത്തോളമായി നേരത്തെ ഷബീർ മാഷ് ഇതിന്റെ പ്രവർത്തന ഒരു ഡയറി തന്നെ ഇവിടെ അവതരിപ്പിച്ചു. ഒരുപാട് സേവനങ്ങൾ നമുക്കറിയാം. പ്രളയകാലത്ത്, കോവിഡ് കാലത്തുമൊക്കെ SYS ചെയ്ത ഏറ്റവും അവസാനം വയനാട് ചൂരൽമലയിലുണ്ടായ രക്ഷാപ്രവർത്തനത്തിൽ SYS സാന്ത്വനത്തിന്റെ പങ്കൊക്കെ നമ്മൾ നേരിട്ട് കണ്ടവരാണ്, അനുഭവിച്ചവർ. നമ്മൾ അങ്ങോട്ട് പോവേണ്ട ആവശ്യമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പുതിയ കാഷ്വാലിറ്റിയുടെ ഭാഗത്ത് SYSന്റെ സാന്ത്വനവും അതിനോടനുബന്ധിച്ചുള്ള പള്ളിയും അത് അവിടെ ഏത് സമയം ഏത് കാലം എന്നറിയാതെ എത്തിപ്പെടുന്ന നമുക്കറിയാം ഒരു അപകടം ഉണ്ടാവുമ്പോൾ, പെട്ടെന്നൊരു അത്യാഹിതം ഉണ്ടാവുമ്പോൾ നമ്മളൊക്കെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് നട്ടപ്പാതിര സമയത്തൊക്കെ നമ്മൾ ആ കാഷ്വാലിറ്റിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരുപാട് നേരം നമ്മൾ നിന്ന് പിന്നെ ഒന്ന് നിസ്കരിക്കണം, ഒന്ന് ഫ്രഷ് ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സാന്ത്വനമാണ് ആ പള്ളിയും. അതുപോലെ തന്നെ പരിശുദ്ധ റമദാൻ കാലത്തൊക്കെ അവിടെയുള്ള നോമ്പുതുറയൊക്കെ അതൊക്കെ അനുഭവിച്ചവരാണ്, അതിലൊക്കെ പങ്കാളികളാവണം നമ്മളൊക്കെ. അത്ര വലിയ മഹത്തായ സേവനമാണ് SYS ചെയ്യുന്നത്. ഒരു ആലങ്കാരികമായ പ്രയോഗമല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികമായ ഒരു ലാഭവും ഇതിൽ നിന്ന് കിട്ടാനില്ല. പ്രത്യേകിച്ചും SYSനെ പോലെയുള്ള മതസംഘടന, രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിൽ പക്ഷേ വോട്ട് ബാങ്കൊക്കെ ഉറപ്പിക്കാം എന്നൊക്കെ പറയാം. എങ്കിലും SYSനെ സംബന്ധിച്ചിടത്തോളം ഇത് മതത്തിന്റെ ഭാഗമാണ്. പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലക്കാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഏറ്റെടുക്കുന്നത്. പടച്ചറബ് നമ്മൾ ചെയ്തതും നമ്മൾ ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. SYSന്റെ സാന്ത്വനം പ്രവർത്തനത്തിന് വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും സഹായവും അറിയിച്ചുകൊണ്ട്, വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.